ചെടിയെ മനസ്സിലായോ? ഇതാണ് സെസാൽപീനിയ പൾച്ചേരിമ, നമ്മുടെ രാജമല്ലി. ഈ സെസാൽപീനിയ പൾച്ചേരിമ എന്നുള്ളത് ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ്. ശാസ്ത്രീയ നാമങ്ങളെല്ലാം ലാറ്റിൻ വാക്കുകളായിരിക്കും. ഈ വാക്കിൻ്റെ അർത്ഥം ഏറ്റവും മനോഹരം എന്നാ. ആ പേരിനോട് എത്ര നീതി പുലർത്തുന്ന ചെടിയായതെന്ന് നോക്കി. നല്ല ചുവപ്പും ഓറഞ്ചും മഞ്ഞയും ഒക്കെ കളറുകളുള്ള നല്ല ഭംഗിയുള്ള പൂവുകളാണ് ഈ ചെടിയുടേത്. ഇത്രയും ഭംഗിയുള്ള ഈ ഒരു ചെടി നമ്മുടെ ഗാർഡനിൽ വളരാനായിട്ട് നമ്മൾ ഒട്ടും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ആകെ നമ്മൾ ഒന്നെങ്കിൽ ഇതിൻ്റെ വിത്തിട്ട് മുളപ്പിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ തൈ കൊണ്ടുവന്ന് നടാം. അത് അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണമെന്നും ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് വെള്ളം കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണമെന്നും മാത്രമേ ഇതിന് നിർബന്ധമുള്ളൂ. അല്ലാതെ വേറെ വളം കൊടുക്കുന്നതിലോ വെട്ടി നിർത്തുന്നതിലോ ഒന്നും ഒരു നിർബന്ധവും ഇല്ലാത്ത ചെടിയാണ്. എല്ലാ ദിവസവും നമുക്ക് കൈ നിറയെ പൂ തരുകയും ചെയ്യും. ഇത്രയും ഭംഗിയുള്ള ഈ ചെടിക്ക് ഒരു കുഴപ്പമുണ്ട്. ഇതിൻ്റെ തണ്ടയിൽ മുള്ളുകളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വിത്തിൻ്റെ ഉള്ളിൽ വിഷവും ഉണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പക്ഷേ എന്നാലും ഈ ചെടിയുടെ വിത്തുകളും ഇലകളുമൊക്കെ മരുന്നിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ രാജമല്ലിയെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതിയേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.